ഈ ക്വസ്റ്റ്യൻ നോക്കാം. The probability that a student will pass the final examination in both English and Hindi is 0.5 and the probability of passing neither is 0.1. If the probability of passing the English examination is 0.75, what is the probability of passing Hindi examination? ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായോ? അപ്പോൾ ഇവിടെ രണ്ട് എക്സാമിനേഷൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ്റ് വിൽ പാസ് ദ ഫൈനൽ എക്സാമിനേഷൻ ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈസ് 0.5. ഇംഗ്ലീഷും ഹിന്ദിയും രണ്ടും പാസ്സാവാനുള്ള ചാൻസ് 0.5 ആണ്. അതായത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച് അല്ലേ, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി പാസ്സാവാനുള്ള ചാൻസ് 0.5. പിന്നെ പറഞ്ഞിരിക്കുന്നത് പാസിങ് നെയ്തർ, അതായത് ഇംഗ്ലീഷും പാസ്സായില്ല ആൻഡ് ഹിന്ദിയും പാസ്സായില്ല. അതാണ് പാസിങ് നെയ്തർ എന്ന് പറഞ്ഞാൽ. ഇംഗ്ലീഷിൽ ഫെയിലായി ആൻഡ് ഹിന്ദിയിലും ഫെയിലായി. ഇംഗ്ലീഷ് പാസ്സായില്ല എന്ന് പറഞ്ഞാൽ ഇ ഡാഷ്. ഇംഗ്ലീഷ് പാസ്സാവുന്നു എന്നുള്ളതിന് ഞാൻ ഇ എന്നാണ് ഡിനോട്ട് ചെയ്തതല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് പാസ്സാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യണം. ഹിന്ദി പാസ്സാവുന്നില്ല എന്ന് പറഞ്ഞാൽ എച്ച് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പാസ്സായില്ല ആൻഡ് ഹിന്ദിയും പാസ്സായില്ല. അത് 0.1 ആണെന്നാണ് തന്നിരിക്കുന്നത്. അടുത്തത് എഴുതാൻ വരട്ടെ, നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് അടുത്തത് എഴുതാം. ഇ ഡാഷ് ഇൻ്റർസെക്ഷൻ എച്ച് ഡാഷ് എന്ന് പറയുമ്പോൾ ഡിമോർഗൻസ് ലോ പ്രകാരം ഇവിടെ ഒരു ഡാഷ് കോമൺ ആണല്ലേ. രണ്ട് ലെറ്ററിലും ഡാഷ് ഉണ്ട്. ഡാഷ് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. പക്ഷെ ആ ഇൻ്റർസെക്ഷനെ യൂണിയൻ ആക്കണമെന്ന് മാത്രം. ഡാഷ് രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു. ഇൻ്റർസെക്ഷൻ ബിക്കംസ് യൂണിയൻ. ഇത് 0.1 ആണെന്നാണ് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ഓഫ് ദ ഫോം പി ഓഫ് എ ഡാഷ്. പി ഓഫ് എ ഡാഷിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ? 1 മൈനസ് പി ഓഫ് എ ആണ്. ഇത് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എച്ച് ആണ്. ഇത് എത്രയാണ്? 0.1. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ അറേഞ്ച് ചെയ്യുക. അറിയാലോ, ഈ പി ഓഫ് ഇ യൂണിയൻ എച്ച് അങ്ങോട്ട് എടുക്കുക, 0.1 ഇങ്ങോട്ട് എടുക്കുക. അത് ഞാൻ സ്റ്റെപ്പ് പറയുന്നില്ല. പി ഓഫ് ഇ യൂണിയൻ എച്ച് ചെയ്തു വരുമ്പോൾ 0.9 കിട്ടും. ഇനി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? പ്രോബബിലിറ്റി ഓഫ് പാസിങ് ഇംഗ്ലീഷ് എക്സാം ഈസ് 0.75. ഇംഗ്ലീഷ് എക്സാം പാസ്സാവാനുള്ള ചാൻസ് പി ഓഫ് ഇ 0.75 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എച്ച് ആണ് വേണ്ടത്. ഹിന്ദി എക്സാം പാസ്സാവാനുള്ള ചാൻസ് എന്താണ്? 1, 2, 3 നോക്കാം. ഈ യൂണിയൻ എച്ച് അറിയാം, ഈ ഇൻ്റർസെക്ഷൻ എച്ച് അറിയാം അല്ലേ. നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ. പി ഓഫ് ഇ യൂണിയൻ എച്ച് എന്താ ഫോർമുല? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എച്ച് മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച്. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ പി ഓഫ് ഇ യൂണിയൻ എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? പി ഓഫ് ഇ യൂണിയൻ എച്ചിൻ്റെ സ്ഥാനത്ത് 0.9 എന്ന് എഴുതാം. പി ഓഫ് ഇയുടെ സ്ഥാനത്ത് 0.75. പി ഓഫ് എച്ച് അറിയില്ല. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ചിൻ്റെ സ്ഥാനത്ത് 0.5. 0.9 ഈക്വൽ ടു ഇവിടെ 0.75 മൈനസ് 0.5. എത്രയത്? 0.75 മൈനസ് 0.5 ചെയ്താൽ 0.25. ശരി തന്നെയാണോ? ചെക്ക് ചെയ്തോ. പ്ലസ് പി ഓഫ് എച്ച് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എച്ച് കിട്ടില്ലേ? എത്രയാണ്? 0.9 മൈനസ് 0.25 ആവും. ചെയ്തു വരുമ്പോൾ 0.65 വരും. ഇതാണ് ആൻസർ.